നെക്സ്റ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നൊരു ആക്ട് ഇന്ത്യ ഗവൺമെന്റ് 2005 നിർമ്മിക്കുകയുണ്ടായി. ഈ നിയമം ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഒരു നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വയലേറ്റ് ചെയ്യുന്നവർക്ക് പണിഷ്മെന്റ് നൽകണം. എന്നാൽ മാത്രമേ ആ നിയമം എല്ലാവരും അനുസരിക്കുകയുള്ളൂ. വിവരാവകാശ നിയമം ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ ഇൻഫർമേഷൻ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ടു പെർഫോം ദ ഫങ്ഷൻസ് അണ്ടർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എഫക്റ്റീവ്ലി, ഇൻഫർമേഷൻ കമ്മീഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ. വിവരാവകാശ നിയമം 2005 ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ച വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും ഇൻഫർമേഷൻ കമ്മീഷൻസ് ഉണ്ട്. കേന്ദ്രതലത്തിലും ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്. കേന്ദ്രത്തിലും ഒരു ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകം ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്. ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന ഇതാണ്. There will be a chief information commissioner and not more than 10 members in the information commission. Information commission structure ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത അംഗങ്ങളും. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലും ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത അംഗങ്ങളും. മാക്സിമം മെമ്പേഴ്സിന്റെ എണ്ണം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ കൂടാതെ മറ്റ് അംഗങ്ങളുടെ എണ്ണം പരമാവധി 10 ആണ്. അതിൽ കൂടാൻ പാടില്ല, കുറയാം. To perform the functions under Right to Information Act, information commissions are constituted at the state level and national level. The structure of the commission is there will be a chief information commissioner and not more than 10 members in the information commission. ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന ഇതാണ്. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത അംഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇൻഫർമേഷൻ കമ്മീഷൻ. സെൻട്രൽ ലെവലിൽ ഒരു ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കും. ഓരോ സംസ്ഥാനത്തിലും പ്രത്യേകം വിവരാവകാശ കമ്മീഷനുകൾ ഉണ്ടായിരിക്കും. ഇഫ് ദ അതോറിറ്റീസ്, വിവരാവകാശ നിയമപ്രകാരം ഒരു സർക്കാർ ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ അറിയാനുള്ള കുറഞ്ഞ ഫീസ് 10 രൂപയാണ്. 10 രൂപ ഫീസ് അടച്ച് അപേക്ഷിച്ചു കഴിഞ്ഞാൽ, if the authorities do not give or gave wrong and unsatisfactory replies, one can file an appeal to the Information Commission. വിവരാവകാശ നിയമപ്രകാരം 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അറിയാനായി 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ മേലധികാരി, ആ സ്ഥാപനത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർ, ഒരു ഗവൺമെന്റ് ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ മേലധികാരിയായിരിക്കും. ഉദാഹരണം, സ്കൂളാണെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിരിക്കും. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ അവിടുത്തെ SIO CA ആയിരിക്കും. ഓരോ സ്ഥാപനത്തിൻ്റെയും മേലധികാരിയാണ് അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ മേലധികാരി കൃത്യമായ മറുപടി തരാതിരിക്കുകയോ തെറ്റായ മറുപടി തരികയോ, അല്ലെങ്കിൽ പൂർണ്ണമായ 10 ചോദ്യങ്ങൾ ചോദിച്ചു 5 ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി നൽകി, 5 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല, അപ്പോൾ അവിടെ റിപ്ലൈ അപൂർണമാണ്. തെറ്റായ മറുപടി നൽകുകയോ അപൂർണമായ മറുപടി നൽകുകയോ അല്ലെങ്കിൽ മറുപടി തരാതിരിക്കുകയോ ചെയ്താൽ ആ അപേക്ഷ നൽകിയ വ്യക്തിക്ക് ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിച്ച് പരാതി കൊടുക്കാം. വിവരാവകാശ നിയമപ്രകാരം ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് വിവരങ്ങൾ അറിയാനായി അപേക്ഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടി കിട്ടാതിരിക്കുകയോ, മറുപടി ഒന്നും തന്നെ കിട്ടാതിരിക്കുകയോ, തെറ്റായ മറുപടി ലഭിക്കുകയോ അപൂർണമായ മറുപടി ലഭിക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിച്ച് പരാതി കൊടുക്കാം. ഇഫ് ദ കമ്മീഷൻ ഈസ് കൺവിൻസ്ഡ്, ₹250 per day can be imposed the employee concerned till the information is given. അങ്ങനെ അപേക്ഷ ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിച്ച് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ആ ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഒരു ദിവസം 250 രൂപ വീതം കൃത്യമായ മറുപടി നൽകുന്നത് വരെ ഓരോ ദിവസവും
ഓരോ ദിവസവും താമസിക്കുന്നതനുസരിച്ച് ഒരു ദിവസം ഡിലേ വന്നാൽ 250 രൂപ, 2 ദിവസം ലേറ്റ് ആയാൽ 500 രൂപ, അങ്ങനെ ഓരോ ദിവസവും 250 രൂപ വീതം ആ സ്ഥാപനത്തിന്റെ മേലധികാരി, അതായത് ആ സ്ഥാപനത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്ന് ഫൈൻ ഈടാക്കാനുള്ള അധികാരം ഇൻഫർമേഷൻ കമ്മീഷനുണ്ട്, വിവരാവകാശ കമ്മീഷനുണ്ട്. ഇതാണ് ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ നോക്കാം. To perform the functions under Right to Information Act, information commissions are constituted at national level and state level. There will be a chief information commissioner and not more than 10 members in the information commission. If the authorities do not give or gave wrong and unsatisfactory replies, one can approach information commission and can file an appeal. If the commission is convinced, a fine of rupees 250 per day can be imposed the employee concerned till the information is given. Right to Service Act, സേവന അവകാശ നിയമം എന്ന് പറയാം. Right to Service Act is a law which ensures services to the people. ജനങ്ങൾക്ക് ഗവൺമെൻറ് സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെൻറ് നിർമ്മിച്ച ഒരു നിയമമാണ് സേവനാവകാശ നിയമം. Right to Service Act is a law which ensures services to the people. This law determines time limit for every service given by a government office. ഈ നിയമം ഓരോ ഗവൺമെൻറ് ഓഫീസും ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് സമയ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ ആ സേവനം നൽകിയിരിക്കണം. ചില സേവനങ്ങൾക്ക് 1 മണിക്കൂറാകാം, മറ്റു ചിലതിന് 2 മണിക്കൂറാകാം, മറ്റു ചിലതിന് 1 മണിക്കൂറാകാം, മറ്റു ചിലതിന് 5 മണിക്കൂറാകാം, മറ്റു ചില സേവനങ്ങൾക്ക് 1 ദിവസമാകാം. അങ്ങനെ ഓരോ സേവനവും ഇത്ര സമയത്തിനുള്ളിൽ ജനങ്ങൾക്ക് നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. Right to Service Act is a law which ensures services to the people. This law determines time limit to the service offered by every government service. If the deserved service is not given within this time limit, the responsible employee should pay a fine. ജനങ്ങൾക്ക് അർഹതപ്പെട്ട സേവനം ആ സമയപരിധിക്കുള്ളിൽ നൽകിയില്ലെങ്കിൽ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ ഫൈൻ ഒടുക്കണമെന്നും ഈ നിയമം അനുശാസിക്കുന്നു. ജനങ്ങൾക്ക് അർഹതപ്പെട്ട സേവനം ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ നൽകിയില്ലെങ്കിൽ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ ഫൈൻ ഒടുക്കണം അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം എന്നും ഈ നിയമം അനുശാസിക്കുന്നു. As per this act, an officer is appointed in every government office to give guidance and proper help to the applicants. ഈ ആക്ട് അനുസരിച്ച് ഓരോ ഗവൺമെന്റ് ഓഫീസിലും പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായവും മാർഗനിർദ്ദേശവും നൽകാനായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. ഈ നിയമം അനുസരിച്ച് ഓരോ ഗവൺമെന്റ് ഓഫീസിലും പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായം, ആ ഓഫീസിലെത്തുന്ന ആളുകൾക്ക് ആവശ്യമായ സഹായവും മാർഗനിർദ്ദേശവും നൽകാനായി ഓരോ ഗവൺമെന്റ് ഓഫീസിലും ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. റൈറ്റ് ടു സർവീസ് ആക്ട് അനുസരിച്ച്. ഒരിക്കലും റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ law which ensures services to the people. This law determines time limit to every service given by a government office. If the deserved service is not given within this time limit, the responsible employee should pay a fine. As per this act, an officer is appointed in every government office to give proper help and guidance to the applicants. Next, Lokpal and Lokayukta. Lokpal and Lokayukta are two institutions constituted to prevent corruption. അഴിമതി തടയാനുള്ള 2 സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. അഴിമതി പ്രിവെന്റ് ചെയ്യാനുള്ള 2 സ്ഥാപനങ്ങളാണ്. Lokpal is the institution constituted at
state level to prevent corruption. Lokpal and Lokayukta are two institutions constituted to prevent corruption. The Lokpal has the power to register cases on issues against the employees and the public workers and can suggest actions. Lokayukta is an institution constituted at state level to prevent corruption, and Lokpal is an institution constituted at a national level to prevent corruption. അപ്പോൾ കറപ്ഷൻ തടയാനുള്ള, അഴിമതി തടയാനുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി തടയാനുള്ള സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി തടയാനുള്ള സ്ഥാപനമാണ് ലോകായുക്ത. ഇന്ത്യയിൽ ഒരു ലോകായുക്തയും ഒരു ലോക്പാലും ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകം ലോകായുക്തകളുണ്ട്. 28 സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ 28 സംസ്ഥാനങ്ങളിലും ഓരോ ലോകായുക്ത ഉണ്ടാവും. Lokpal and Lokayukta are two institutions constituted to prevent corruption. Lokpal is an institution constituted at the national level to prevent corruption. Lokayukta is an institution constituted at the state level to prevent corruption. Both of them follow judicial procedures. ഈ രണ്ട് സ്ഥാപനങ്ങളും കോടതിയുടെ നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുന്നത്. ഒരിക്കലും പറയാം, Lokpal and Lokayukta are two institutions constituted to prevent corruption. അഴിമതി തടയാനുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ലോക്പാൽ ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് നാഷണൽ ലെവൽ ടു പ്രിവെന്റ് കറപ്ഷൻ. ദേശീയ തലത്തിൽ, ഓൾ ഇന്ത്യ ലെവലിൽ, ദേശീയ തലത്തിൽ അഴിമതി തടയാനുള്ള സ്ഥാപനമാണ് ലോക്പാൽ. ലോകായുക്ത ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് സ്റ്റേറ്റ് ലെവൽ ടു പ്രിവെന്റ് കറപ്ഷൻ. സംസ്ഥാന തലത്തിൽ അഴിമതി തടയാനുള്ള സ്ഥാപനമാണ് ലോകായുക്ത. ബോത്ത് ഓഫ് ദം ഫോളോ ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ്. ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും കോടതി നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ഒരു കോടതിയിൽ എന്തെല്ലാം നടപടിക്രമങ്ങളുണ്ട്, കോടതിയുടെ അധികാരങ്ങൾ, കോടതി നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുള്ള അധികാരം ലോക്പാലിനും ലോകായുക്തയ്ക്കും ഉണ്ട്. Central Vigilance Commission. Central Vigilance Commission is an institution constituted at a national level to prevent corruption in central government offices. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ അഴിമതി തടയാനുള്ള സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. The Central Vigilance Commission came into existence or constituted in 1964. 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ. The Central Vigilance Commission is an institution constituted at a national level to prevent corruption. അപ്പോൾ നാഷണൽ ലെവലിൽ കറപ്ഷൻ തടയാനുള്ളതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ലോക്പാലും നാഷണൽ ലെവലിൽ കറപ്ഷൻ തടയാനുള്ളതാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷനും നാഷണൽ ലെവലിൽ കറപ്ഷൻ തടയാനുള്ളതാണ്. സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ സ്റ്റേറ്റ് ലെവലിൽ കറപ്ഷൻ തടയാനുള്ളതാണ്. Central Vigilance Commission is an institution constituted at a national level to prevent corruption. Central Vigilance Commission is an institution constituted at a national level to prevent corruption. It came into existence in 1964. 1964 Central Vigilance Commission നിലവിൽ വന്നത്. The Central Vigilance Commission is constituted to prevent corruption in central government offices. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി. സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ, ഉദാഹരണം ഒരു സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളാണ് പോസ്റ്റ് ഓഫീസ്, അതുപോലെ റെയിൽവേ സ്റ്റേഷനിലെ ഓഫീസ്, BSNL ഓഫീസ്, ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളാണ്. സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ കറപ്ഷൻ തടയാനുള്ള സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 നിലവിൽ വന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഈസ് ദ ഹെഡ് ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ഹെഡ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആണ്. The duty of the commission is to inquire into vigilance cases and take necessary actions. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ വിജിലൻസ് കേസുകൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുക. വിജിലൻസ് കേസുകൾ, അഴിമതി കേസുകൾ അന്വേഷിച്ച്, കൈക്കൂലി കേസുകൾ അന്വേഷിച്ച്, അഴിമതി കേസുകൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുക എന്നതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഒരിക്കൽ Central Vigilance Commission is an institution constituted at a national level to prevent corruption. It came into existence in 1964. It is constituted to prevent corruption in central government offices. Central Vigilance Commissioner is the head of the Central Vigilance Commission.
The duty of the commission is to inquire into vigilance cases and take necessary actions. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് ഓംബുഡ്സ്മാൻ. Ombudsman is constituted to file complaints against corruption, nepotism, financial misappropriation and negligence of duties of elected representatives and bureaucrats. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അഴിമതി, സ്വജന പക്ഷപാതം, പണം തട്ടിപ്പ്, കൃത്യവിലോപം എന്നിവയ്ക്കെതിരെ, ഡ്യൂട്ടി ചെയ്യാതിരിക്കുക എന്നിവയ്ക്കെതിരെ പരാതിപ്പെടാനുള്ള ഒരു സ്ഥാപനമാണ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാന് രൂപം നൽകിയിരിക്കുന്ന അതിനാണ്. ഓംബുഡ്സ്മാൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ഫയൽ കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് കറപ്ഷൻ, അഴിമതി, നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം, ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ, പണം വെട്ടിപ്പ്, നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി, ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതിരിക്കുക എന്നിവയ്ക്കെതിരെ പരാതിപ്പെടാനുള്ള സ്ഥാപനമാണ് ഓംബുഡ്സ്മാൻ. ഇത് ആദ്യമായി നിലവിൽ വന്നത് ബാങ്കിങ് സെക്ടറിലാണ്. ബാങ്കിങ് മേഖലയിലാണ് ആദ്യമായി ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത്. ഇന്ന് എല്ലാ മേഖലകളിലും ഓംബുഡ്സ്മാൻ ഉണ്ട്. ബാങ്കിങ് സെക്ടറിലാണ് ആദ്യമായി നിലവിൽ വന്നത്. A retired judge of High Court is appointed as Ombudsman. ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ഹൈക്കോർട്ടിൽ നിന്ന് റിട്ടയർ ആയ ഒരു ജഡ്ജിയെ. A retired judge of High Court is appointed as Ombudsman. People can directly approach the Ombudsman with complaints. പൊതുജനങ്ങൾക്ക് നേരിട്ട് ഓംബുഡ്സ്മാനെ കണ്ട് പരാതി നൽകാം. People can directly approach Ombudsman with complaints. On receiving complaints, the Ombudsman has the power to summon anyone and can order inquiry and recommend actions. പരാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓംബുഡ്സ്മാന് ആർക്കെതിരെയാണോ പരാതി നൽകിയിരിക്കുന്നത് ആ വ്യക്തിയെ വിളിച്ചു വരുത്താനും എൻക്വയറി നടത്താനും അന്വേഷണം നടത്താനും അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ശുപാർശ ചെയ്യാനുമുള്ള അധികാരം ഓംബുഡ്സ്മാനുണ്ട്. Ombudsman is constituted to file complaints against corruption, nepotism, financial misappropriation and negligence of duties of elected representatives and bureaucrats. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അഴിമതി, സ്വജനപക്ഷപാതം, ധന തിരിമറി അല്ലെങ്കിൽ പണം വെട്ടിച്ചെടുക്കുക, നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി, ഡ്യൂട്ടി ചെയ്യാതിരിക്കുക എന്നിവയ്ക്കെതിരെ പരാതിപ്പെടാനുള്ള ഒരു സ്ഥാപനമാണ് ഓംബുഡ്സ്മാൻ. ആദ്യമായി നിലവിൽ വന്നത് ബാങ്കിങ് മേഖലയിലാണ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ ആദ്യമായി നിലവിൽ വന്നത് ബാങ്കിങ് സെക്ടറിലാണ്. പീപ്പിൾ ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് ദ ഓംബുഡ്സ്മാൻ വിത്ത് കംപ്ലൈൻറ്റ്സ്. പൊതുജനങ്ങൾക്ക് പരാതിയുമായി ഓംബുഡ്സ്മാനെ നേരിൽ സമീപിക്കാം. On receiving complaints, Ombudsman has the power to summon anyone and can order inquiry and recommend actions. പരാതി കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായാലും അയാളെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്താനും അയാളിൽ നിന്ന് എൻക്വയറി നടത്താനും അന്വേഷണം നടത്താനും കുറ്റക്കാരനാണെന്ന് കണ്ടാൽ നടപടിക്ക് റെക്കമെൻഡ് ചെയ്യാനും ശുപാർശ ചെയ്യാനുള്ള അധികാരം ഓംബുഡ്സ്മാനുണ്ട്. ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു ജഡ്ജിയെയാണ്. ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു ജഡ്ജിയെ. റിട്ടയർഡ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഈസ് അപ്പോയിന്റഡ് ആസ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ ആദ്യമായി നിലവിൽ വന്നത് ബാങ്കിങ് സെക്ടറിലാണ്.